السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم والصلاة والسلام على رسول الله صلى الله عليه وآله وصحابه وزواجه وذرياته وأهل بيت والأصحابة أجمعين. On this occasion of United Arab Emirates celebrating its 53rd National Day, I sincerely congratulate and wish His Highness Sheikh, my beloved His Highness Sheikh Mohammed bin Zayed Al Nahyan, President of UAE, His Highness Sheikh Mohammed bin Rashid Al Maktoum, Vice President and Prime Minister and ruler of Dubai, His Highness Sheikh Hamdan bin Mohammed bin Rashid Al Maktoum, Deputy Prime Minister and Minister of Defense and Crown Prince of Dubai, His Highness Sheikh Maktoum bin Mohammed bin Rashid Al Maktoum, Deputy Prime Minister and Minister of Finance of UAE and Deputy Ruler of Dubai, Their Highnesses, rulers of other Emirates, Supreme Council members, Royal Family members, the citizens and the resident of UAE, and very happy National Day. I am very happy that my dear brother Mr. Mohammed Al Maheri from CDI joined and brought the wish of Her Excellency the Chairperson. Thank you very much, and we are also reciprocating the same to Her Excellency. ബഹുമാന്യനും ആദരണീയനുമായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളവർകൾ, എൻ്റെ സഹോദരതുല്യനും സഹോദരനുമായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അധികാരമുള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ തങ്ങൾ ഒരേ ബന്ധമാണ്, ഒരേ സ്നേഹമാണ്, ഒരേ അടുപ്പാണ്. എൻ്റെ സഹോദരൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ, അൻവർ അമീൻ, പ്രസിഡന്റ് KMCC, എൻ്റെ സഹോദരനായ അൻവർ അമീൻ്റെ നേതൃത്വത്തിൽ KMCC ദുബായ് അധികാരമേറ്റെടുത്തു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും, അതോടൊപ്പം അദ്ദേഹത്തിന് എല്ലാ ഭാവുകളും ആശംസകളും നേരുന്നതോടൊപ്പം KMCCക്ക് ദുബായിൽ സ്വന്തമായൊരു കെട്ടിടമുണ്ടാകും എന്ന് ഞാൻ ആശംസിക്കുകയും അതിനുവേണ്ടി എല്ലാ സഹായ സഹകരണങ്ങളും എന്നാൽ കഴിയുന്നത് ഉണ്ടാകും എന്ന് ഞാൻ വാഗ്ദത്തം ചെയ്യുകയും ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട PMA സലാം സാഹിബ്, പ്രസിഡൻറ്റ് മുസ്ലിം ലീഗ്, സെക്രട്ടറി മുസ്ലിം ലീഗ്, യഹിയ തളങ്കര, ഇസ്മായിൽ, വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, KMCC ഭാരവാഹികൾ, പ്രവർത്തകർ, എൻ്റെ ഈ നീണ്ടിരിക്കുന്ന സഹോദരി, ഞാൻ ബഹുമാനപ്പെട്ട നേതാക്കളെ കാണുമ്പോൾ, UAEയുടെ ഭരണാധികാരികളെ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും യൂസഫ് അലി എന്ന വ്യക്തിയോടല്ല, ഇന്ത്യൻ സമൂഹത്തോടും വിശിഷ്യ മലയാളികളോടും കാണിക്കുന്ന സ്നേഹത്തിനും സാഹോദര്യത്തിനും എപ്പോഴും നന്ദി പറയാറാണ്. ഈ മഹത്തായ രാജ്യത്ത് വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന എന്ത് നമ്മൾക്ക് മിച്ചം വരുന്നുവോ അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ രാജ്യത്തിലേക്ക് അയക്കുവാനും സാഹചര്യം ചെയ്തു തരുന്ന കരുണവാന്മാരായ ഭരണാധികാരികൾക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും സമ്പത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളെല്ലാവരും ദിവസേന പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ രാജ്യമില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരവസ്ഥ നമ്മൾക്കില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു? എത്രയോ വീടുകളിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി മാത്രമേ പോവുകയുമായിരുന്നുള്ളൂ. പക്ഷേ ഈ രാജ്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തരുന്ന UAE തന്നെയല്ല, GCC രാജ്യങ്ങൾ
സൗദി അറേബ്യ ആയാലും ഖത്തറായാലും കുവൈത്തായാലും ബഹ്റൈനായാലും സുൽത്താനേറ്റ് ഓഫ് ഒമാനായാലും ഞാൻ അവരുടെ ഭരണാധികാരികൾക്കുമായി വളരെ സ്നേഹവും ബന്ധവും അടുപ്പമാണ്. അവരോടൊക്കെ ഞാൻ കാണുമ്പോഴും പറയാറുള്ളത് ഞങ്ങളുടെ സ്നേഹവും ഞങ്ങളുടെ ആദരവുമാണ്, നമ്മളുടെ സ്നേഹവും ആദരവുമാണ്. അള്ളാഹു ഈ രാജ്യങ്ങൾക്ക് ഇനിയും സമ്പത്തും സമാധാനവും ഭരണാധികാരികൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ദുബായ് KMCCയുടെ ആഭിമുഖ്യത്തിൽ UAE ദേശീയ ദിനാഘോഷ പരിപാടിയുടെ ഈദ് അൽ ഇത്തിഹാദ് മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ച ദുബായ് KMCC ഭാരവാഹികൾക്കുള്ള അനർഘമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, കാരണം ഒരുപാട് പരിപാടികൾ കാണാനാണ് നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ല. പക്ഷെ KMCC ഈ ഗൾഫിലുള്ള എല്ലാ KMCC നേതാക്കളുമായും KMCCയുമായും എനിക്ക് വളരെയധികം അടുപ്പമുണ്ട്. ഇവിടെ നമ്മുടെ സമൂഹത്തിന്, അത് മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യൻ സമൂഹത്തിനും മലയാളി സമൂഹത്തിനും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് ദുഃഖങ്ങളുണ്ടായാലും ആ ദുഃഖങ്ങൾ അകറ്റാൻ വേണ്ടി, സഹായിക്കാൻ വേണ്ടി ആതുര ശുശ്രൂഷ രംഗത്ത് കൂടി മുന്നിട്ടിറങ്ങി അവശരെയും അശരരെയും നിരാലംബരെയും സഹായിക്കുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം KMCC ഒഴികെ ഈ ഗൾഫിൽ വേറൊരു സംഘടന ഇല്ല എന്ന് വളരെ ശക്തിയുക്തം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. മക്കയിൽ പോകുമ്പോൾ, ഞാൻ ഹജ്ജിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ KMCCയുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ, ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ, ആതുര ശുശ്രൂഷ രംഗത്തടക്കമുള്ള പ്രവർത്തനങ്ങൾ, അനാരോഗ്യവാന്മാരായ ഹജ്ജാജികളെയും ഉംറക്ക് വന്നവരെയും ശുശ്രൂഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാം ചെയ്യുന്നത് KMCCയാണ്. ഇവിടെ കൊറോണ വന്നപ്പോൾ എൻ്റെ സഹോദരൻ ഷംസുക്കാക്കറിയാം, ഷംസുദ്ദീൻ ബിൻ മഹിയുദ്ദീൻ അല്ലെങ്കിൽ അമീൻ, അവരൊക്കെ ആത്മാർത്ഥമായി രംഗത്തിറങ്ങുകയും KMCCയുടെ വളണ്ടിയർമാർ അവരുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ ജനങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിച്ചുകൊണ്ട് രാവും പകലും ആ കൊറോണ പ്രവർത്തനത്തിൽ വ്യാപൃതരായിരിക്കുന്നത്, അത് അബുദാബി KMCC ആയാലും ശരി, ദുബായ് KMCC ആയാലും ശരി, ഗൾഫിലെ എല്ലാ KMCC പ്രവർത്തകരും ഈ രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ചത് ശ്ലാഘനീയമായ കാര്യമാണ്. ആ മനസ്ഥിതി, അന്യരെ ശുശ്രൂഷിക്കാനും അന്യരെ സ്നേഹിക്കാനും അന്യർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള മനസ്ഥിതി, ആ മനസ്ഥിതിയോടുകൂടി രംഗത്തിറങ്ങിയത് KMCC പ്രവർത്തകരാണ്. അതെനിക്ക് എവിടെയും എപ്പോഴും ഞാൻ പറയാറുണ്ട്. അതിൽ ജാതിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലപാട് KMCC ഇന്നുവരെയും ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല എന്നതുകൂടി ഞാൻ അനുഭവസ്ഥനാണ്. ഹിസ് ഹൈനസ് അൽ റഹ്മ ഷെയ്ഖ് സായിദ് തറക്കല്ലിട്ട ഒരു ക്രിസ്ത്യൻ പള്ളി ഇന്നലെ ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ അവരുകളുമായിട്ട് ഞാൻ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് മാത്യു ദ്വിതീയൻ തിരുമേനി, അവരുടെ പരമോന്നത നേതാവ് ദ്വിതീയൻ തിരുമേനി അടക്കമുള്ളവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹിസ് ഹൈനസ് ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാനാണ് ആ പള്ളി ഉദ്ഘാടനം ചെയ്തത്. ക്രിസ്ത്യൻ പള്ളിയാണ്. ആ പള്ളി, ക്രിസ്ത്യൻ പള്ളി, അതിൻ്റെ ചരിത്രം ആലോചിച്ചപ്പോൾ ആ പള്ളിക്ക് തറക്കല്ലിട്ടത് നമ്മുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കുന്ന ഹിസ് ഹൈനസ് അള്ളാഹ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. അന്ന് 1968 സ്ഥലം കൊടുക്കുകയും അതിനുശേഷം റീകൺസ്ട്രക്ഷന് വേണ്ടി 3 മില്യൺ ദിർഹം ഷെയ്ഖ് സായിദ് കൊടുക്കുകയും ഇപ്പം അത് കംപ്ലീറ്റ് പൊളിച്ച് പുതിയത് പണിയുകയും ഞങ്ങളെല്ലാവരും സഹായിച്ചു. അതാണ് ഇവിടുത്തെ സഹിഷ്ണുത. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ മിനിസ്ട്രി ഓഫ് ടോളറൻസ്, സഹിഷ്ണുത, എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാനുള്ള ആ സഹിഷ്ണുത. ഗൾഫിലെ, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമ്പലം ഇവിടെയുണ്ട് അബുദാബിയിൽ, ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ കൊടുത്തത്.
ഇന്ന് ലോകത്തിൻ്റെ എമ്പാടുമുള്ള ഞാൻ ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടുത്തെ എൻ്റെ സുഹൃത്തുക്കൾ ബിസിനസ്സുകാർ പറയുന്നു, ഞാൻ അബുദാബിയിൽ വരുന്നുണ്ട്, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അടുത്ത് ഞാനും ഷാഹിദും കൂടിയിട്ട് യൂറോപ്പിൽ പോയി. ഞങ്ങൾ പോയി അയർലൻഡിൽ പോയപ്പോൾ ഒരു കൂട്ടി പറഞ്ഞു, ഞങ്ങൾ അബുദാബിയിൽ വന്ന് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തെമ്പാടും ഉള്ള ഹൈന്ദവ സഹോദരന്മാരും സഹോദരിമാരും വന്ന് പ്രാർത്ഥിക്കാനുള്ള തരത്തിലുള്ളൊരു അമ്പലമാണ് ഇവിടെ നിങ്ങളിന്ന് ടി വിയിൽ കണ്ട അബുദാബിയിലുള്ളത്. ഈ സഹിഷ്ണുത ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ് ലോകത്തിനോട് വിളിച്ചു പറയുന്നത്. ഇന്നലെ ആ പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രവാചകനല്ല എന്ന് വിശ്വസിച്ചാൽ ഞങ്ങളൊരു മുസ്ലിമല്ല. കാരണം ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂൽ, പ്രവാചകന്മാരുടെ ഇടയിൽ വ്യത്യസ്തം കൽപ്പിക്കാൻ പാടില്ല. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് മുസ്ലിം സഹോദരന്മാരും സഹോദരികളും പറയുന്ന ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രിസ്തീയ സഹോദരന്മാർ പറയുന്ന ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു വെർഷൻ തന്നെയുണ്ട്, സൂറത്ത് മറിയം. ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ട് മറിയം ബീവി ലോകത്തിലെ ഏറ്റവും ഉത്തമയും ഉത്കൃഷ്ടയുമായ ഒരു സ്ത്രീ ആരാണെന്നൊരു മുസൽമാനോട് ചോദിച്ചാൽ നമ്മൾ പറയണം അത് മറിയം ബീവിയാണ്, ഇമ്രാൻ്റെ മകളായ മറിയമാണെന്നാണ്. അങ്ങനെ ആ ചോരക്കുഞ്ഞിനെയും കൊണ്ട് വരുമ്പോൾ സക്കരിയ നബി ചോദിച്ചു, അല്ലയോ മറിയമേ, ഹാറൂൻ വംശപരമ്പരയിൽപ്പെട്ട ഉത്തമയും ഉത്കൃഷ്ടയുമായ ഒരു സ്ത്രീയല്ലേ, നിനക്കെങ്ങനെ ചോരക്കുഞ്ഞുണ്ടായി? അപ്പോൾ മറിയം ബീവി പറഞ്ഞു, വൈശാറത്ത് ഇലൈഹി ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ബിൽ മഹദി സബിയ്യാ. പറഞ്ഞു, ഈ കുഞ്ഞു കുട്ടിയോട് ചോദിച്ചു നോക്കാം. ഇത് ഖുർആനാണ്, നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. യൂസഫ് അലി പറഞ്ഞ് തെറ്റണമെങ്കിൽ അപ്പം തന്നെ ടിക്ടോക്കിൽ വരും. അത് കാരണം മുമ്പത്തെ മാതിരി ഞാൻ വളരെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം സംസാരിക്കാറുള്ളൂ. അപ്പോൾ ആ ചോരക്കുഞ്ഞ് സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പണ്ഡിതന്മാരോടുണ്ട്, എൻ്റെ സുഹൃത്ത് ഫാറൂഖി അടക്കം സംസാരിച്ചതായി പറയുന്നു. ഞാൻ പറഞ്ഞു, അത്ര വിശാലമായ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ചർച്ചുകളുള്ളത്. എല്ലാ റോമൻ കാത്തലിക് അല്ലെങ്കിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് അല്ലെങ്കിൽ പാത്രിയാർക്കീസ് ബാബ, ഡമാസ്കസിലെ പാത്രിയാർക്കീസ് ബാബ തിരുമേനിയുടെ നേതൃത്വത്തിലുള്ള ഓർത്തഡോക്സ്, അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും ഇവിടെ ചർച്ചുകളുണ്ട്, അമ്പലങ്ങളുണ്ട്. അപ്പോൾ അത് ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാടാണ്. അതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ടതും അത് തന്നെയാണ്. ഇസ്ലാം സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പരസ്പര ധാരണയുടെയും അന്യമതങ്ങളെ ബഹുമാനിക്കുന്നവരും അന്യമതസ്ഥരെ ബഹുമാനിക്കുന്നവരുമായ വിശാലമായ കാഴ്ചപ്പാടുള്ളവരാണ്. ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു വന്ന് KMCCയുടെ കൊറോണ പ്രവർത്തനം ഇന്ന് UAE മുഴുവൻ ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വരുവാനും എല്ലാ മതങ്ങളെയും ഇവിടെ സ്വീകരിക്കുവാനും ഇവിടുത്തെ ഭരണാധികാരികൾ തയ്യാറായി എന്നുള്ളത് ആയതുകൊണ്ട് നമ്മളെല്ലാവരെയും ഇപ്പോൾ നാട്ടിലെ എവിടെയെങ്കിലും ഇപ്പോൾ ഇതിൽ കാണിക്കുകയുണ്ടായി, ഒരു അമ്പലം പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു പള്ളി പണിയുമ്പോൾ, ഒരു മദ്രസ പണിയുമ്പോൾ, ഒരു സാംസ്കാരിക സൗധം പണിയുമ്പോൾ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പണിയുമ്പോൾ, ഒരു പാർട്ടി സ്ഥാപനങ്ങൾ പണിയുമ്പോൾ, പാർട്ടി സൗധം പണിയുമ്പോൾ അതിലെല്ലാം പ്രവാസികളായ നമ്മളുടെ ഓരോരുത്തരുടെയും വിശ്വാസവും അതനുസരിച്ചുള്ള നമ്മുടെ സംഭാവനകളും അതിലേക്ക് ഉണ്ടാകും. അതാണ് നമ്മുടെ രാജ്യത്തൊരു പ്രശ്നം വന്നാൽ, നമ്മുടെ കുടുംബങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ, നമ്മുടെ അയൽവക്കക്കാർക്കൊരു പ്രശ്നം വന്നാൽ നമ്മളപ്പം ഇടപെടും, നമ്മളതിൽ സഹായിക്കും. അത് പ്രവാസികളുടെ ഒരു മനസ്ഥിതിയാണ്. ഞാൻ പല അനുഭവങ്ങളുമുണ്ട്, നിങ്ങളും പലതും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രാജ്യത്തിനും നമ്മൾക്കും നമ്മുടെ രാജ്യത്തിനും അള്ളാഹു ഖൈറും ബർക്കത്തും റഹ്മത്തും ഇസ്സത്തും
പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും KMCC എന്നെ ക്ഷണിച്ചതിലുള്ള എൻ്റെ അനർഘമായ കൃതജ്ഞതയും ചാരിതാർത്ഥ്യവും രേഖപ്പെടുത്തുകയും നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഔദാര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇനിയും ഈ രാജ്യത്തിന് ബഹുമാനപ്പെട്ട ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായ് ഭരണാധികാരി, നമ്മുടെ പ്രസിഡൻറ്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ, നാളെ ഞങ്ങളുടെ ഒഫീഷ്യൽ പരിപാടി അലൈനിലാണ്, ഒഫീഷ്യൽ ഇൻഡിപെൻഡൻസ് നാഷണൽ ഡേ സെലിബ്രേഷൻ. അപ്പോൾ അവർക്ക് അള്ളാഹു ആരോഗ്യ ആയുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇനിയും അഭിവൃദ്ധി ഉണ്ടാവട്ടെ, സമാധാനമുണ്ടാവട്ടെ, സമ്പത്തുണ്ടാവട്ടെ. അതുകൊണ്ട് എല്ലാം ഉപകാരപ്പെടുന്നു. കാരണം ഇനി ഒരുപാട് പുതിയ പുതിയ പ്രൊജക്റ്റുകൾ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റുകൾ ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുകയാണ്. ആ ഡെവലപ്മെൻറ്റുകളിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യക്കാർക്കും വിശിഷ്യ മലയാളികൾക്കുമാണ്. ആയതുകൊണ്ട് ഈ രാജ്യത്തിന് ഇനിയും സമാധാനവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അള്ളാഹു ഖൈർ വരുത്തട്ടെ, ഈ രാജ്യത്തിനും ഖൈർ വരുത്തട്ടെ. ഇതിൻ്റെ ഭാരവാഹികൾക്ക് അള്ളാഹു ഇത് സംഘടിപ്പിച്ച എല്ലാവർക്കും ഖൈറും ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്തിന് എപ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും. Thank you, sir. May I request you